യുവമോർച്ച പ്രവർത്തകരുടെ വലിയ സംഘമാണ് ആ മാർച്ചിൽ അണിനിരക്കുന്നത്. അവർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന ഈ റാങ്ക് ഹോൾഡേഴ്സിന് നീതി ഉറപ്പാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച ശക്തമായ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ കഴിഞ്ഞ 30 ദിവസമായിട്ടാണ് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ ദിവസവും യുവമോർച്ചയുടെ സമരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കളക്ടറേറ്റിലേക്കായിരുന്നു ഞങ്ങളുടെ സമരമെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് അതീവ ശക്തമായിട്ടുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകും. ഞങ്ങൾ ഈ സമരത്തിന് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്താൻ യുവമോർച്ച തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഈ സമരം മുന്നോട്ട് തന്നെ യുവമോർച്ച കൊണ്ടുപോകും. ഇതിന് അവസാനം കാണുന്നത് വരെ, ഇതിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിക്കുന്നത് വരെ ഈ സമരത്തിന് യുവമോർച്ച നേതൃത്വം നൽകും. 34 ദിവസമാണ് സമരം ഇരിക്കുന്നത്. ആ ടീച്ചർ മാത്രമല്ല, ഒരു അമ്മ കൂടിയാണ്. വളമതി എന്ന് പറയുന്നത് ഒരു അമ്മ കൂടിയാണ്. എന്നിട്ട് പോലും ഇവിടെ ആ നിരാഹാരം കിടക്കുന്ന വളമതിക്ക് വേണ്ടി ആരോഗ്യസ്ഥിതി മോശമായിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും ഒരു മെഡിക്കൽ സംഘം വരാത്തതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ സമരം ശക്തമാക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി യുവമോർച്ച സമരരംഗത്തുണ്ട്. ഈ LPSC UPSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം മുഖത്തുണ്ട്. അതിൽ ഏറ്റവും ശക്തമായി ഇപ്പോൾ സമരം യുവമോർച്ചയും ഘടിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു അമ്മ കൂടിയായ ടീച്ചർ 10 ദിവസമായി സത്യാഗ്രഹം കിടക്കുന്നു, നിരാഹാരം കിടക്കുന്നു. സംസ്ഥാനത്തെ ഭരണകൂടം അവരെ നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇതോടെയാണ് യുവമോർച്ച പ്രത്യക്ഷ സമരം എന്ന നിലയിൽ സർക്കാരിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു വരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് യുവമോർച്ച മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ മാർച്ചാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സമരഗേറ്റിന് മുന്നിലേക്ക് പ്രവർത്തകരെത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ സമരഗേറ്റിലേക്കാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലെത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. യുവമോർച്ച പ്രവർത്തകർ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ PSC ഉദ്യോഗാർത്ഥികൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരമിരിക്കുന്നു. ഉദ്യോഗാർത്ഥികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാനത്തെ ഭരണകൂടം സ്വീകരിച്ചത്. ഇതോടുകൂടിയാണ് പ്രതിഷേധവുമായി യുവമോർച്ച എത്തിയത്. ഇവർ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും അതിന് തലേ ദിവസവും എല്ലാം ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി എല്ലാം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് മാർച്ച് നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി PSCക്കെതിരെയുള്ള അഴിമതിക്കെതിരെ ജില്ലാ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചും മാർച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് എത്തിയിരിക്കുന്നു. ശക്തമായ മാർച്ച് യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ. ഈ PSC ഉദ്യോഗാർത്ഥികൾ അവരുടെ അടിസ്ഥാന ആവശ്യം, നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾക്കിടെ മൊത്തത്തിൽ അവകാശം എടുത്തു വെച്ചിരിക്കുന്ന ഒരു സംഘടനകളും ഈ സമരം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഈ കാലയളവിലെല്ലാം സ്വീകരിച്ചത്. അത് DYFI ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ SFIയും KSUയും അടക്കമുള്ള യുവാക്കളുടെ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ആരും ഈ എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ്. നാളിതുവരെ ഈ സമരം ആരംഭിച്ച് 30 ദിവസം പിന്നിടുമ്പോൾ, നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ച് 10 ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാനത്തെ ഭരണകൂടവും സംസ്ഥാനത്തെ ഈ യുവാക്കളുടെ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചത്. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധം എന്ന നിലയിൽ യുവമോർച്ച ഇവിടേക്ക് രംഗത്തെത്തുന്നത്. ഈ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി യുവമോർച്ച പ്രതിഷേധ രംഗത്തുണ്ട്. യുവമോർച്ച മാത്രമാണ് പ്രതിഷേധിക്കുന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അതിനോട് ഇവരാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ അധികൃതരുടെ കണ്ണുകൾ, മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സമര കവാടത്തിന് മുന്നിൽ, സമരഗേറ്റിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് നടന്നു വരുന്നത്. ശക്തമായ പ്രതിഷേധം നടന്നു വരികയാണ്. യുവമോർച്ച പ്രവർത്തകർ ഒന്നാകെ കൂട്ടമായി എത്തിക്കൊണ്ട് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവർക്ക് അവരുടെ ന്യായമായ ആവശ്യം, നീതിക്കായുള്ള ആവശ്യം, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആവശ്യം, ഇത്രയും കാലം പഠിച്ച് ഇത്തരത്തിലൊരു ജോലി വാങ്ങുക എന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെ പഠിച്ച് ആ ഒരു ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനെ വികാരപ്പെട്ടുകൊണ്ട് ഭരണകൂടം ഉണ്ടാകുന്നത്. ഇത്രയും കാലം ഉണ്ടായിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നീതിയും ഉണ്ടാകാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരം എന്ന നിലയിലേക്ക് യുവമോർച്ച കൂടി പ്രതിഷേധം കടുപ്പിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകർ കൂട്ടമായി വന്ന് ഈ സമരഗേറ്റിന് മുന്നിൽ
നിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമര കവാടത്തിന് മുന്നിലാണ് യുവമോർച്ച പ്രവർത്തകർ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. പ്രവർത്തകർ ഓരോന്നും ബാരിക്കേഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ആ ബാരിക്കേഡിന് മുന്നിൽ നിന്നും മുകളിൽ കയറി കൊടി ഉയർത്തിക്കൊണ്ടുമാണ് യുവമോർച്ച പ്രവർത്തകർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്.